അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാദിത്വം തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നത്. വിഴിഞ്ഞ തുറമുഖത്തെ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടിയല്ലേ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും വസ്തുതകളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. കേരളത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയുമായ സ്വപ്ന പദ്ധതി എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കവും എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും സംശയങ്ങൾ ഏതുമില്ലാതെ വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. സന്തോഷകരമാണ്, അഭിമാനമുള്ള കാര്യമാണ്. കേരളം രാജ്യമാകെ ആ നിമിഷത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിന് അതുവഴി ഉണ്ടാകാവുന്ന വികസനത്തിൻ്റെ വലിയ കുതിപ്പുകളെ കേരളം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ വരവേൽക്കാനാണ് കാത്തിരിക്കുന്നത്. വിഴിഞ്ഞം 2 പതിറ്റാണ്ടിലധികമായി അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടിലധികമായി കേരളം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. അതിനിടയിലാണ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന, ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയമായി എടുത്തിട്ട് അലക്കുന്നത് ഒഴിവാക്കാമായിരുന്ന ഒരു ചർച്ചയിലേക്ക് വിഴിഞ്ഞത്തെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ, മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന UDF സർക്കാരും വഹിച്ച പങ്കിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ച ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ, ഒന്ന്, KPCC അധ്യക്ഷൻ K. സുധാകരൻ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ പേരിടണം വിഴിഞ്ഞം തുറമുഖത്തിന്. UDFൻ്റെ, കോൺഗ്രസിൻ്റെ ചില സാംസ്കാരിക നായകർ പറയുന്നു വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിനം ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആചരിക്കണം, ഉമ്മൻചാണ്ടി ദിനമായി ആചരിക്കണം. അങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലും പുറത്തും രാഷ്ട്രീയ വൃത്തങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്നാൽ എന്താണ് വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ റോൾ? അത് കേരളം ചർച്ച ചെയ്യപ്പെടാതിരുന്നു കൂടാ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. കാരണം കോൺഗ്രസും ഒരു വിഭാഗം UDF നേതൃത്വവും ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂടി ഉൾപ്പെട്ട ഈ നുണപ്രചരണം LDF സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നത് കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കിയ ചില ആളുകളെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ, അവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ നിരവധി അന്വേഷണാത്മക റിപ്പോർട്ടുകളിലൂടെ കേരളം ശ്രദ്ധിച്ച ഏലിയാസ് ജോൺ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അന്നേ സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ചർച്ചയായി മാറിയിരുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത് വീണ്ടും ഈ സാഹചര്യത്തിൽ പ്രസക്തമായി മാറുകയാണ്. അതിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, കേരളത്തിൻ്റെ അഭിമാനമായി മാറാമായിരുന്ന, കേരളത്തിൻ്റെ സ്വന്തമായി മാറാമായിരുന്ന സിയാൽ മോഡലിൽ കേരളം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ ആലോചിച്ച് സർവകക്ഷി യോഗം തീരുമാനിച്ച വിഴിഞ്ഞം പദ്ധതിയാണ് പിന്നീട് PPP മോഡലിലേക്ക് മാറ്റി അദാനിയുടെ കൈകളിലേക്ക് പോയത്. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്ന് വളച്ചുകെട്ടില്ലാതെ ഏലിയാസ് ജോൺ പറയുകയാണ്. അതിങ്ങനെയാണ് സംഭവം. അതായത് പല ടെൻഡറുകളും വന്നു, പലർക്കും ടെൻഡറുകൾ കൊടുത്തു, 3 കമ്പനികൾ വന്നു. അതിനുശേഷം ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടാത്ത ആൾ കോടതിയിൽ പോകും. പല പേരുകളും നമ്മളന്ന് കോട്ട് ചെയ്തിരുന്നു. ആ പേരുകളെല്ലാം വീണ്ടും പറയുന്നില്ല, കമ്പനികളുടെ പേരുകൾ പറയുന്നില്ല. കിട്ടാത്ത ആൾ കോടതിയിൽ പോകും, അപ്പോൾ കോടതി സ്റ്റേ ചെയ്യും. അങ്ങനെ പല ഘട്ടങ്ങൾ വന്നു. വിഴിഞ്ഞം തുറമുഖം നീണ്ടു പോകുന്നു, പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ആരെ ഏൽപ്പിക്കണം എന്നതിൽ ആശയക്കുഴപ്പം നിൽക്കുകയാണ്. കമ്പനികളുടെ പരസ്പര വൈരം, നിയമയുദ്ധം ഒക്കെ അതിൻ്റെ പരിധികൾ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ 2006, 2011 കാലയളവിലാണ് സംഭവം. അന്ന് കേരളം ഭരിച്ചിരുന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള
കേരളം ഭരിച്ചിരുന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ സർവകക്ഷി യോഗം വിളിച്ച് തീരുമാനമെടുക്കാൻ തീരുമാനിക്കുന്നു. VS വിളിച്ച സർവകക്ഷി യോഗത്തിൽ കേരളത്തിലെ നിയമസഭാ പ്രാതിനിധ്യമുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പങ്കെടുത്തു. അന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സർവകക്ഷി യോഗത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, നമ്മുടെ നെടുമ്പാശ്ശേരി, നമ്മുടെ സിയാൽ, ലോകത്തിന് മുന്നിൽ വിജയിച്ച ഒരു പൊതുപങ്കാളിത്ത മാതൃകയായ വിമാനത്താവളമാണല്ലോ നെടുമ്പാശ്ശേരി. സിയാൽ മാതൃകയിൽ നമുക്ക് വിഴിഞ്ഞവും നടപ്പാക്കി കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിഴിഞ്ഞവും നടപ്പാക്കി കാണിക്കാം. ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ഈ കമ്പനികളുടെ പരസ്പരമുള്ള പോരുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് അത് നടപ്പാക്കാൻ കഴിയും. കേരളം ഇച്ഛാശക്തിയോട് തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിയാത്ത കാര്യമല്ല അത് എന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അംഗീകരിച്ചു. ആ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമായി സിയാൽ മോഡലിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കാൻ, പണിയാൻ, നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് രേഖയായി. 2011 ഭരണം മാറുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും K. ബാബു തുറമുഖ മന്ത്രിയുമായ UDF സർക്കാർ വരുന്നു. പെട്ടെന്നാണ് മാറ്റങ്ങളുണ്ടായത്. ഒരു സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനത്തെ പിന്നീട് വന്ന UDF സർക്കാർ രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരു ഭരണപരമായ തീരുമാനത്തെ, ഒരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വൻകിട പദ്ധതിയുടെ കാര്യത്തിലുണ്ടായ ഇവർ കൂടി അംഗീകരിച്ച സർവകക്ഷി യോഗ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ അത് PPP മോഡലിലാക്കാനുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാരിനെ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി അറിയിക്കുന്നു. അങ്ങനെ അതിലെ കാര്യങ്ങൾ നീങ്ങുന്നു. PPP ആക്കാനുള്ള സന്നദ്ധത അറിയിച്ചതോടുകൂടി അദാനിയുടെ രംഗപ്രവേശമായി. അങ്ങനെയാണ് അദാനി വരുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയുകയാണ് എലിയാസ് ജോൺ ആ അഭിമുഖത്തിൽ. അത് കേരളം ഇന്ന് വീണ്ടും ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ സ്വന്തം സിയാൽ മോഡൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആയി മാറാമായിരുന്ന ഒരു വലിയ സംഭവത്തെ സർവകക്ഷി യോഗ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അത് അദാനിയുടെ കാലിൽ കൊണ്ടുവച്ചത്? എങ്ങനെയാണ് ആ സിയാൽ മോഡൽ അട്ടിമറിക്കപ്പെട്ടത്? ഒന്നാമത്തെ കാര്യം അതാണ്, ഒന്നാമത്തെ ചോദ്യവും അതാണ് എലിയാസ് ജോൺ ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൂടി എലിയാസ് ജോൺ ഒന്നായിട്ട് പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് 24 മീറ്റർ ആഴമുള്ള, ഏറ്റവും സമീപ പ്രദേശങ്ങളിലൊക്കെ ഇല്ലാത്തത്ര ആഴക്കടൽ തീരദേശ തുറമുഖമുള്ള ആഴക്കടൽ തീരദേശമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ചൈനയും സിംഗപ്പൂരും ദുബായും ഒക്കെ വലിയ രീതിയിൽ വലിയ തുറമുഖ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനേക്കാൾ ട്രാൻസ്ഷിപ്മെൻറ്റ് സാധ്യതയുള്ള തുറമുഖം എന്ന നിലയ്ക്കാണ് വിഴിഞ്ഞത്തെ ആദ്യം അവതരിപ്പിച്ചത്. പക്ഷേ ഈ ആഴക്കടൽ തുറമുഖത്തെ അതിൻ്റെ സാധ്യതകളെ വെട്ടിച്ചുരുക്കുന്ന രീതിയിലുള്ള ഒരു തുറമുഖമായാണ് ഉമ്മൻചാണ്ടിയും K. ബാബുവും നടപ്പാക്കാൻ തറക്കല്ലിട്ടത്. അതിനെതിരെ എലിയാസ് ജോൺ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന, വിഴിഞ്ഞത്തിന് വേണ്ടി വിഴിഞ്ഞം വരണം, വിഴിഞ്ഞത്തിനെതിരെയല്ല വിഴിഞ്ഞം വരണമെന്ന് വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരുന്ന സംഘടന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി. എന്നിട്ട് അവർ കൃത്യമായി പറഞ്ഞു, ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വിഴിഞ്ഞം തുറമുഖം. ഈ തുറമുഖം ഇങ്ങനെ ചെറുതാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ ആഴക്കടൽ തുറമുഖ സാധ്യതകളെ സമഗ്രമായി പ്രയോജനപ്പെടുത്താതിരിക്കുന്ന ഒരു തുറമുഖം വരുന്നതുകൊണ്ട് നമുക്ക് കാര്യമായ ഉദ്ദേശിച്ച ഗുണം ഉണ്ടാവില്ല കേരളത്തിന്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് റീഡിഫൈൻ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദഗ്ധരുൾപ്പെടുന്ന ഒരു സംഘം മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി അത്ഭുതം പ്രകടിപ്പിച്ചു. എന്നെ ഉദ്യോഗസ്ഥരെല്ലാം മനസ്സിലാക്കി തന്നത് ഇങ്ങനെ അല്ലല്ലോ, എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് എലിയാസ് ജോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പേർട്സ് കാര്യങ്ങൾ വിശദമായി മുഖ്യമന്ത്രിയെ പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് ഇതിൻ്റെ സാധ്യതകളും പോരായ്മകളും. അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്, നമുക്കിത് ചർച്ച ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അത് റീഡിഫൈൻ ചെയ്യണം എന്ന്
പറഞ്ഞ ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞു. പ്രതിരോധ മന്ത്രി എ.കെ. ആൻ്റണി അടുത്ത ആഴ്ച, അന്ന് യു.പി.എ. സർക്കാർ ഭരിക്കുകയാണ്, എ.കെ. ആൻ്റണി പ്രതിരോധ മന്ത്രിയാണ്, എ.കെ. ആൻ്റണി അടുത്ത ആഴ്ചയിൽ വരുന്നുണ്ട്. അതൊരു ഡിസംബർ മാസമായിരുന്നു എന്ന് എലിയാസ് ജോൺ പറയുന്നു. 30-ാം തീയതി എ.കെ. വരുന്നുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. നമുക്ക് അദ്ദേഹവുമായി ഒന്ന് ഇരിക്കണം, വലിയ തിരക്കുണ്ടാകും, പക്ഷേ അരമണിക്കൂർ നിർബന്ധമായി അദ്ദേഹവുമായി നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോട് ശ്രീകുമാറിനോട് ഡേറ്റ് കുറിച്ച് വയ്ക്കാനും സമയം കണ്ടെത്താനും നിർദ്ദേശിച്ചു. പിന്നീട് എലിയാസ് ജോൺ പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ ആ യോഗം നടന്നില്ല, ആ മീറ്റിംഗ് നടന്നില്ല, ആ കൂടിക്കാഴ്ച നടന്നില്ല. അങ്ങനെ കൂടിക്കാഴ്ചയും അങ്ങനെ ഒരു മീറ്റിങ്ങും അങ്ങനെ വിഴിഞ്ഞം പദ്ധതിയെ സംഘടിപ്പിക്കാനും റീഡിഫൈൻ ചെയ്യാനും ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നില്ല. അത് യാദൃച്ഛികമാകാൻ വഴിയില്ല, അതിന് പിന്നിൽ അജണ്ടകളുണ്ടാവാം എന്നാണ്. അത് ചെറിയ കാര്യമല്ല. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, അതായത് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് UDF സർക്കാർ PPP മോഡലിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് തന്നെ ആമുഖമായി എലിയാസ് ജോൺ പറയുന്നത് രാഷ്ട്രീയമായി രേഖപ്പെടുത്തപ്പെടേണ്ട കാര്യമാണിത്, ഇത് പറയാതെ വെക്കൂടാ എന്നാണ്. അങ്ങനെ ആമുഖത്തോടുകൂടിയാണ് അദ്ദേഹം ആ സംഭവം പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് കേരളം ഇന്ന് ആലോചിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണോ വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പിതാവ്? ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ എല്ലാ വൈപുല്യത്തോടും സമഗ്രതയോടും കൂടി നടപ്പാക്കി കാണാൻ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. കേരളത്തിൻ്റെ സ്വന്തമാകാമായിരുന്ന സിയാൽ മാതൃകയിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തെ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടിയല്ലേ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും വസ്തുതകളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം കൊണ്ടുവന്നത്, ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ പിതാവ്, ഉമ്മൻചാണ്ടിയുടെ പേരിടണം, ഉമ്മൻചാണ്ടിയുടെ ദിനമായി ആചരിക്കണം എന്നൊക്കെയുള്ള പരിഹാസ്യമായ വർത്തമാനങ്ങൾ ആധികാരികം എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാദിത്വം തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നത്. UDF തറക്കല്ലിട്ടതിനപ്പുറത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് UDFൻ്റെ ഒരു സംഭാവനയുമില്ല എന്ന് വ്യക്തമാക്കുന്ന വസ്തുതകളാണ് എലിയാസ് ജോണിൻ്റെ ആ അഭിമുഖത്തിലൂടെ വീണ്ടും നമ്മൾ പങ്കുവയ്ക്കുന്നത്. നന്ദി, നമസ്കാരം.